അടുത്ത വർഷം നമ്മൾ എഴുതാൻ പോകുന്ന SSLC എക്സാമിൽ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് A+ ലഭിക്കണമെങ്കിൽ ഈ കാണുന്ന കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചത് കൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾക്ക് A+ ലഭിക്കാൻ പോകുന്നില്ല. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ഡിസ്കോഴ്സുകളാണ്, എന്തൊക്കെ ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്, എന്തൊക്കെ ഗ്രാമർ ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളത് എന്നാണ് ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, സേവ് ചെയ്ത് വെക്കുക ചെയ്യുക, അതിന്റെ ലിങ്ക് എടുത്തിട്ട്. കാരണം അത്രമേൽ യൂസ്ഫുൾ ആണ്. ഓരോന്ന് ചെക്ക് ലിസ്റ്റ് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ട് പഠിച്ച് സെറ്റ് ആവണം ഇംഗ്ലീഷിൽ A+ന് വേണ്ടിയിട്ട്. സോ ഇതുപോലത്തെ ധാരാളം വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനൽ വരുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സെറ്റ് ആക്കാം. ഓക്കെ, തുടങ്ങാണ്. ഇത്രയും ടോപ്പിക്സ് ആണ്. ഈ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ പഠിക്കണം. ആക്ച്വലി അതിന്റെ ചാപ്റ്റേഴ്സിനെ പറ്റിയുള്ള ഒരു നല്ല രീതിയിലുള്ള അവബോധം ഉണ്ടായിരിക്കണം, എന്നാലേ ബാക്കിയുള്ള ഡിസ്കോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ പോരാ, പോയിന്റ്സ് മാത്രം പഠിച്ചാൽ പോരാ, ഇത്രയും കാണുന്ന ഡിസ്കോഴ്സുകൾ പഠിക്കണം. യെസ്, ഇതിലെ പല ഡിസ്കോഴ്സുകളും നിങ്ങൾക്ക് മുൻ പരിചയം ഉണ്ടായിരിക്കും. നിങ്ങളുടെ 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പരിചയം ഉണ്ടായിരിക്കും. ക്യാരക്ടർ സ്കെച്ച്, ന്യൂസ് റിപ്പോർട്ട്, അതൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ട്. ചിലപ്പോൾ ഇൻവിറ്റേഷൻ ലെറ്റർ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കണമെന്നില്ല. 9ാം ക്ലാസ്സിൽ ഐ തിങ്ക് നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കണമെന്നില്ല. അഡ്വർടൈസ്മെന്റ് ജിംഗിളും നിങ്ങൾക്ക് പുതുതായിട്ട് വന്നിട്ടുള്ളതാണ്. പ്രൊമോഷണൽ ടാഗ് ലൈനും പുതുതാണ്. അതുപോലെ തന്നെ ബയോഗ്രഫിക്കൽ സ്കെച്ച് പുതിയതാണ്. കൂടാതെ തന്നെ നിങ്ങൾക്ക് റേഡിയോ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഈ 2 സംഭവം നിങ്ങൾക്ക് പുതുതായിരിക്കും. കോൺവെർസേഷൻ ഓൾറെഡി ഉണ്ടായിരുന്നു. പ്രൊഫൈൽ, ഇമെയിൽ, നോട്ടീസ്, ലെറ്റർ, ഡയറി, നരേഷൻ, റൈറ്റപ്പ്, റിവ്യൂ ഒക്കെ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതാണ്. അതിന്റെ ഫോർമാറ്റ് കാര്യമൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അറിയുന്നതായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി പഠിക്കണം, സെറ്റ് ആക്കണം. പിന്നെ ജനറൽ ക്വസ്റ്റ്യൻസിലേക്ക് വരുന്ന സമയത്ത് പോയം കോംപ്രിഹെൻഷൻ, ചാപ്റ്റർ കോംപ്രിഹെൻഷൻ, അൺനോൺ പാസേജ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ബട്ട് ഫോർ അപ്രീസിയേഷൻ, രണ്ട് കവിതകൾ കമ്പയർ ചെയ്തുകൊണ്ട് അപ്രീസിയേഷൻ എഴുതാനുള്ള സെറ്റപ്പ് ഇപ്രാവശ്യത്തെ SSLCയിലാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഡാറ്റ അനാലിസിസ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. MCQ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്നു. പാരഗ്രാഫ് റൈറ്റിംഗ്, ക്വസ്റ്റ്യൻ മേക്കിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് മിക്കവാറും നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ 10ാം ക്ലാസ്സിലായിരിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗ്രാമർ ടോപ്പിക് ആണ്. എന്തൊക്കെ തരത്തിലുള്ള ഗ്രാമർ ടോപ്പിക് ആണ് നിങ്ങൾക്ക് SSLCയിൽ വരാനിരിക്കുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾക്കറിയാം നമ്മുടെ അസ്ട്ര ബാച്ചിനെ പറ്റിയിട്ട് സൈല നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഈവൻ ഗ്രാമർ ടോപ്പിക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് സെറ്റായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നമ്മുടെ അസ്ട്ര ബാച്ചോട് ഓൾറെഡി അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 10,000+ കുറച്ച് മുന്നേ ആണ്, ഇപ്പോൾ കുറച്ചുകൂടി കൂടിയിട്ടുണ്ടായിരിക്കും. അഡ്മിഷൻ ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സെലിബ്രേഷൻ ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും ഈ ഒരു പ്ലാനാണ്. ഇതിന്റെ ഈ ഒരു പ്ലാൻ മാത്രമല്ല, ഇതിൽ കുറച്ച് നിങ്ങൾക്ക് ഓഫേഴ്സ് ഒക്കെ വരാനുണ്ട്. ജസ്റ്റ് ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചു നോക്കുക. ഓഫറൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ പുതിയ വിഷു റിലേറ്റഡ് ആയിട്ടുള്ള ഓഫേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സോ എത്രയും പെട്ടെന്ന് വിളിക്കുക. ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. എന്തൊക്കെയാ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്, അതുപോലെ തന്നെ DPPs, സ്ലൈഡേഴ്സ്, നോട്ട്സ്, അതുപോലെ തന്നെ പ്രീ റെക്കോർഡഡ് വീഡിയോസ് വിച്ച് മീൻസ് പേൾ വീഡിയോസ് ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചാപ്റ്റർ വൈസ് നിങ്ങൾക്കും ടേം വൈസ് മോഡൽ എക്സാമുകളൊക്കെ നടത്തുന്നതായിരിക്കും. മാത്രമല്ല ഇൻസ്റ്റാളാണ്, മൈൻഡ് മാപ്പ്, ഫോർമുല ഷീറ്റ്, വർക്ക് ഷീറ്റ് തുടങ്ങിയ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ബാച്ചിലുള്ളത്. ഷുവർ ആയിട്ടും നിങ്ങൾക്ക് അത്രമേൽ യൂസ്ഫുൾ ആയിരിക്കും. ഓരോ ക്ലാസ് എടുക്കുന്ന ഇൻസ്റ്റന്റ് ആയി നിങ്ങൾക്ക് അതിന്റെ നോട്ട്സും അതിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല ഇന്നാപ്പ് കമ്മ്യൂണിറ്റി ഇതിൽ പറഞ്ഞിട്ടില്ല, ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നാപ്പ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഫീച്ചർ കൊണ്ട് നിങ്ങൾക്ക് എന്താക്കാം, സ്റ്റുഡൻസിന് പരസ്പരം ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്സ് ഒക്കെ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ പരസ്പരം ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനുള്ള സെറ്റപ്പ് വരെ അതിലുണ്ട്. AI ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് കൂടി അതിലുണ്ടായിരിക്കുന്നതാണ്. ഏതായാലും ബാച്ചിലേക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ആ ഒരു ഓഫർ കരസ്ഥമാക്കുക, സെറ്റൊക്കെ പുറക്കുക. 3 പ്ലാൻ ഉണ്ട്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ വിളിച്ചാൽ കിട്ടും. ഇനി നമ്മൾ ഗ്രാമർ ടോപ്പിക്കിലേക്കാണ് പറയാൻ പോകുന്നത്. എന്തൊക്കെ ഗ്രാമർ ടോപ്പിക്സ് ആണ് SSLCയിൽ ഉണ്ടായിരിക്കുക? ഇത്രയും ഗ്രാമർ ടോപ്പിക്സ് ഉണ്ടായിരിക്കും. യെസ്, നോക്കിക്കോ. റിപ്പോർട്ടഡ് സ്പീച്ച്, ഫ്രേസൽ വെർബ്സ്, എഡിറ്റിംഗ്, പ്രിപ്പോസിഷൻസ്, കോൺവെർസേഷൻ കംപ്ലീഷൻ ഒക്കെ നിങ്ങൾക്കറിയാം. ഇഫ് ക്ലോസ് ആണ് ഈ കോൺവെർസേഷൻ കംപ്ലീഷൻ ഉണ്ടാവുക. ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടായിരിക്കും, ഹാഡ് ബെറ്റർ ഉണ്ടായിരിക്കും. പക്ഷേ ഇപ്രാവശ്യം അതാ വുഡ് യു മൈൻഡ്, വുഡ് റാദർ പറഞ്ഞിട്ടുള്ള പുതിയ സംഭവങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. ഹാഡ് ബെറ്റർ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം മുതൽ നമുക്ക് വന്നിട്ടുള്ളത് SSLCയിൽ വന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ 9ാം ക്ലാസ്സിൽ പരിചയപ്പെട്ടതായിരിക്കും ഹാഡ് ബെറ്റർ ഒക്കെ. പക്ഷേ വുഡ് യു മൈൻഡും വുഡ് റാദർ ഒക്കെ ഇപ്രാവശ്യം SSLCയിലുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഹോമോണിംസ്, ഇഡിയംസ്, കൂടാതെ എയ്തർ ഓർ നെയ്തർ നോർ, പോർട്ട്മാൻറ്റീവ് വേർഡ്സ്, അതുപോലെ തന്നെ ആക്റ്റീവ് ആൻഡ് പാസീവ് ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണെങ്കിലും ഇതിൽ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സാമിൽ വരുന്നിട്ടുണ്ട്. വേർഡ് പെയർ, ഫ്രെയിമിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ പുതുതായിട്ട് വന്ന ഗ്രാമർ ടോപ്പിക്സ് ആണ്. ഇതൊക്കെ വെക്കാബുലറി, നൗൺ ഫ്രേസും വെബ് ഫ്രേസും ഒക്കെ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതാണ്. സോ ഇത്രയും ഗ്രാമർ ടോപ്പിക്സും പുതിയതായിട്ടുള്ള ജനറൽ ക്വസ്റ്റ്യൻസും പുതുതായിട്ടുള്ള ഡിസ്കോഴ്സുകളും ഒക്കെ ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ SSLC എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ചെക്ക് ലിസ്റ്റ് ചെയ്ത് സെറ്റാക്കി ഓരോന്ന് റെഡിയാക്കണം. അതിനൊരു കിടിലൻ പ്ലാൻ വേണം. ആ പ്ലാനാണ് നമ്മൾ അവതരിപ്പിച്ച SSLCയുടെ അസ്ത്ര ബാച്ച് എന്ന് പറയുന്നത്. ഒരു നിമിഷവും വൈകാതെ പെട്ടെന്ന്
പെട്ടെന്ന് നമ്മുടെ ബാച്ചിലേക്ക് കടന്നു വരൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയത്. ഇതിന്റെ കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടായിരിക്കും, അതിന്റെ ഒക്കെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. യെസ്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. സോ എത്രയും പെട്ടെന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക. നിങ്ങളുടെ കൂടെ നമ്മൾ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും സെറ്റാക്കും. ഇതുപോലുള്ള ധാരാളം വീഡിയോസ് നമ്മൾ ഇനിയും ഈ ഒരു ചാനൽ ഇടും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ഇനി എന്ത് തരത്തിലുള്ള വീഡിയോസ് ആണ്, നിങ്ങൾ സ്വാഭാവികമായിട്ടും ഡൗട്ടുകൾ ഉണ്ടായിരിക്കും SSLC പറ്റിയിട്ട്, അതൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. അത് വെച്ച് നമുക്ക് വീണ്ടും വീഡിയോസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. സോ മാത്രമല്ല, നിങ്ങളുടെ SSLC സ്റ്റുഡൻസിന് നിങ്ങളത് കഴിഞ്ഞ പ്രാവശ്യത്തെ 9ാം ക്ലാസ്സിന്റെ ആ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇറ്റ്സ് മീ ജംഷാദ്, യു ക്യാൻ കോൾ മീ JD. നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോവാം. താങ്ക് യു, ബൈ ബൈ, ലവ് യു ഓൾ.